ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അത് നിങ്ങൾക്ക് എത്തിക്കറിയുന്നത് മനസ്സിലാവും. പിന്നെ അതുപോലെ എൻ്റെയും കൂട്ടുകാരുടെ എക്സ്ട്രീം ലെവൽ മാഡ്നസ് നിങ്ങൾക്ക് എത്തി കാണാൻ പറ്റും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ എൻജോയ് ചെയ്യുക. ഞാൻ ഈ സുപ്രഭാതം കാണുന്നത് അപൂർവമുള്ള കാര്യമാണ്. ഇന്ന് എണീക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഉമ്മാക്ക് നാട്ടുചന്തയ്ക്ക് പോകണമായിരുന്നു. എന്തായാലും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത്. തലേ ദിവസം രാത്രി ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് അവിടെ നല്ല ചെളിക്കൂട്ടും ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഉച്ചയ്ക്ക് 1:45 അങ്ങനെ 6 ടിക്കറ്റ് ലോക ഫിലിം കാണാൻ വേണ്ടി നമ്മൾ ഇന്നലെ രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു അരമണിക്കൂർ യാത്ര ഉണ്ട് വീട്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമില്ലായിരുന്നു. അശ്വാൻ കണ്ണാടി എടുക്കാൻ വേണ്ടി മറന്നു. പോകുന്ന വഴി പകുതി വെച്ചായപ്പോൾ നമ്മൾ അത് ഓർത്ത് അങ്ങനെ അവൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു. പക്ഷെ നമ്മളെ കൂടെ ഉള്ളവരെല്ലാം അതേപോലെ കറക്റ്റ് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അറിയാലോ, ലേറ്റ് ആവും. നിങ്ങൾക്ക് ഈ സ്പീഡോമീറ്റർ നോക്കാൻ നേരത്ത് മനസ്സിലാവും എത്രത്തോളം സമയമായെന്ന്. 2:30ക്കാണ് ഫിലിം തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഈ വളവ് കഴിയുന്നതോടെ കാര്യങ്ങളെല്ലാം തലതിരിയുകയാണ്. ഓടിക്കൊണ്ടിരുന്നപ്പോൾ ടയർ പൊട്ടി ജികളായി വണ്ടി തെറ്റായിട്ട് ഇടങ്ങുന്ന റോഡായിരുന്നു. അവിടെ നിന്ന് തെന്നി ഒരു 100 മീറ്ററോളം വണ്ടി നിരങ്ങി. സൈഡിൽ വന്ന ആളുകളെല്ലാം കൂടി. കാരണം അത്യാവശ്യം നല്ല ആക്സിഡന്റ് ആയിരുന്നു. ഇത് പറയാനാണ് വായിക്കേട്, അല്ലാണ്ട് എന്താ പറയാ, അല്ലാതെ ടയർ പൊട്ടുന്നേക്കെ. അത്യാവശ്യം ടയറൊക്കെ പുതിയ ടയറായിരുന്നു കേട്ടോ. എന്തുകൊണ്ടാണ് പൊട്ടിയെന്നുള്ള കാരണം ഇതുവരെയും കറക്റ്റ് അറിഞ്ഞുകൂടാ. ടയറിൽ നിന്ന് പൊട്ടി ഡിസ്കൊക്കെ വേർതിരിയാണ് ചെയ്തത്. എനിക്ക് അത്യാവശ്യം നല്ല മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈയൊക്കെ ഇത് ചതഞ്ഞ് അതൊരു ഹാൻഡും ഉടുപ്പും ചെരുപ്പും എല്ലാം കീറി. അവൻ്റെതാണെങ്കിൽ കൈ ഒരഞ്ഞ് നല്ല വേദന ഉണ്ട്. കൈ കുത്താൻ നേരത്തും കാര്യത്തിനൊക്കെ. ഒരുപാട് ഞാൻ പഠിക്കും എല്ലായിടത്തും പോകണം. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്കൊന്നും പറ്റാതെ. എൻ്റെ തലകറി ഇടിക്കുകയും ചെയ്തായിരുന്നു. അത് ആ ഹെൽമെറ്റിൽ നല്ല രീതി അറിയാൻ പറ്റും. അതുപോലെ നല്ല സ്ക്രാച്ചും ഉണ്ട്. ആ സ്ക്രാച്ചിൻ്റെ മുഖത്ത് കിട്ടാനുള്ള സ്ക്രാച്ച് ആയിരുന്നു. നല്ല രീതി ഞാൻ ഇറങ്ങിപ്പോയി. എനിക്ക് നല്ലൊരു കിട്ടൽ കിട്ടി എന്തായാലും. അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് വെച്ച് മാത്രം വണ്ടി ഓടിക്കട്ടെ. നമ്മളങ്ങനെ വീണെന്ന് പറഞ്ഞപ്പോൾ തിയേറ്റർ എത്തിയ അവന്മാരെല്ലാം തിരിച്ച് നമ്മുടെ അടുത്തോട്ട് വന്ന് ഒരു മെക്കാനിക്കിനെയും വിളിച്ചുകൊണ്ട് വന്ന് ഡിസ്കൊക്കെ മാറ്റി ടയറൊക്കെ മാറ്റി റെഡിയാക്കി. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അത്യാവശ്യം നല്ല വൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം TT എടുക്കണം. പിന്നെ അതുപോലെ തന്നെ മെഡിസിൻ വെച്ചാലേ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ പാൻറ്റിൻ്റെ അവസ്ഥ. അപ്പം നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടി കാണുമല്ലോ എന്തുമാത്രം വീഴ്ച പറ്റി കാണുമെന്ന്. കുണ്ടിയെല്ലാം പോച്ച് ഗൈസ്. പക്ഷെ നമ്മളിത് വിട്ടുകൊടുക്കൂ. നമ്മൾ എന്നിട്ട് സിനിമയ്ക്ക് പോയി. കാരണം നമ്മൾ അന്ന് ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയായിരുന്നു. അതിന് പൂർത്തിയാക്കാത്ത ഒരു സമാധാനക്കുറവ് കാണുമല്ലോ. ആ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും കാണാൻ പോയി. ദിവസം തന്നെ കേട്ടോ, ഒരു 4 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ 6:15 നമുക്ക് ഷോ. നമ്മൾ തപസ്യ നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് ഒന്നുമില്ലേ, ഓൾറെഡി എല്ലാം ഫില്ലായി. ഫ്രണ്ടിൽ തല ഇങ്ങനെ കുക്കി നോക്കണം, അതേ ഉള്ളൊരു പ്രശ്നം. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയിട്ടോ. 6:25 ആയി. അവിടെ ടിക്കറ്റ് അടിച്ചോണ്ടിരിക്കുന്ന ചേച്ചി എടുത്ത് നമ്മൾ കാലും കൈയൊക്കെ പിടിച്ച്. ചേച്ചി നല്ല സീറ്റായിരുന്നു. അപ്പോൾ ചേച്ചി തന്നെ പറയുകയാണ് 6:25 കയറി വന്നിട്ട് സിനിമ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആവാറായി. അപ്പോഴത്തേക്കാണ് മറ്റേ സീറ്റ്. പയ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കണ്ട, കൈയൊക്കെ ഒടിഞ്ഞ് കാലൊക്കെ എഴുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ സിനിമ തിയേറ്ററിൽ. ആദ്യം എടുത്ത ടിക്കറ്റ് ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ ഒഴുക്കി വിടുന്ന പോലെ പോയി. എന്തായാലും സിനിമ ഓർത്തായിരുന്നു. അതെനിക്ക് ആദ്യമേ അറിയായിരുന്നു. അതാണ് നമ്മൾ ഇത്ര സ്ട്രഗിൾ എടുത്ത് കാണാൻ പോയത്. എന്തായാലും എല്ലാവരും പോയി തിയേറ്റർ മസ്റ്റ് വാച്ച് ചെയ്യുക. കാരണം ഇതിൽ കുറേ ക്യാമിയോസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന എങ്ങാണ്ട് കിടിലുമാണ്. കൊള്ളാമല്ല, അടിപൊളി സിനിമ. കിടില സിനിമയാണ്.